ജനുവരി 20 മുൻപ് ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാൻ പിന്തുണയുള്ള പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 2025 ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായി താൻ ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യത്വരഹിതമായി തടവിലാക്കപ്പെട്ടിരിക്കുന്ന ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെ ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഗാസയിലെ ഇസ്രായേൽ ബന്ധികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, എന്നാൽ ആരും ഇവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും ട്രംപ് പോസ്റ്റിൽ പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് എന്ന അന്ത്യശാസനമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതൊരു വെറും പറച്ചിലല്ല എന്ന് വ്യക്തം. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി 250ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കി. ഇവരിൽ 60ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. അടുത്തിടെ തടവിൽ കഴിയുന്ന ബന്ധികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. 420 ദിവസമായി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഏദൻ അലക്സാണ്ടർ എന്ന അമേരിക്കൻ ഇസ്രായേൽ പൗരൻ കരഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്ന് ട്രംപിനോട് യാചിക്കുന്ന ദൃശ്യങ്ങളും ഇതിലുണ്ടായിരുന്നു. അതുപോലെ അമേരിക്കൻ ഇസ്രായേൽ ഇരട്ട പൗരനായ ഒമർ ന്യൂട്രയുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസിനെതിരെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി മുഴക്കുന്നത്. ഒമർ ന്യൂട്രയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത മാസം 2ാം ടേം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിന് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്ക് ഇടയിലാണ് ഇതേ പ്രസ്താവനയും വരുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ 60 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക ഫ്രാൻസിനോടൊപ്പം ചേർന്ന് മുൻകൈയും എടുത്തിരുന്നു. എന്നാൽ ഗാസയിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലും ഹമാസും വിട്ടുവീഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ഇപ്പോഴും ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്ക ഇപ്പോഴും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും തുടരുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണമായി കണക്കാക്കപ്പെടുന്നു. 1200 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ബന്ധികളെ മോചിപ്പിക്കുന്നത് ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനുമായി ഹമാസ് ബന്ധപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. ബൈഡന് സാധിക്കാത്തത് ട്രംപിന് കഴിയുമോ? ഹമാസ് ഈ മുന്നറിയിപ്പ് സ്വീകരിക്കുമോ അതോ തള്ളുമോ? വകവയ്ക്കേണ്ട എന്നാണ് ഹമാസിന്റെ തീരുമാനമെങ്കിൽ ജനുവരി 20 വൈറ്റ് ഹൌസിലെത്തുന്ന ട്രംപിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന ആകാംക്ഷയാണ് ബാക്കി.